നമസ്കാരം. ഫാം ഫെഡ് നിക്ഷേപ തട്ടിപ്പിന്റെ വ്യാപ്തി വർദ്ധിക്കുമ്പോൾ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിട്ടേക്കും. തൃശൂർ ജില്ല കേന്ദ്രീകരിച്ച് വലിയ തട്ടിപ്പാണ് ഫാം ഫെഡ് നടത്തിയത് എന്നാണ് ലഭിക്കുന്ന വിവരം. ഗുരുവായൂർ ടെമ്പിൾ പോലീസ് സ്റ്റേഷനിൽ മാത്രമായി ഇതുവരെ ലഭിച്ചത് 46 പരാതികൾ ആണ്. 60 കോടിയോളം രൂപ ഗുരുവായൂർ ശാഖ കേന്ദ്രീകരിച്ച് കമ്പനി നിക്ഷേപമായി സ്വീകരിച്ചിരുന്നതായിട്ടാണ് സൂചന. പല പരാതികളും എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാതിരിക്കാൻ ഫാം ഫെഡ് മേധാവിമാർ സമ്മർദ്ദം ശക്തമാക്കുന്നുണ്ട്. അതേസമയം ഗുരുവായൂരിൽ ഫാം ഫെഡിന്റെ ചതിയിൽപ്പെട്ടിരിക്കുന്നത് ഉന്നതരാണ്. നിക്ഷേപ തട്ടിപ്പിനെ തുടർന്ന് ഫാം ഫെഡ് ചെയർമാനെയും MD-യെയും കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നിന്ന് അറസ്റ്റ് ചെയ്തിരുന്നു. ഇതേ തുടർന്നാണ് ഗുരുവായൂർ ശാഖയിലെ നിക്ഷേപകർ പരാതികളുമായി ടെമ്പിൾ സ്റ്റേഷനിലെത്താൻ തുടങ്ങിയത്. ടെമ്പിൾ SHO G അജയ്കുമാർ, SI പ്രീത ബാബു എന്നിവരുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത്. കോടികളുടെ സാമ്പത്തിക തട്ടിപ്പ് എന്ന നിലയിൽ കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറുന്ന കാര്യം പരിഗണിക്കുന്നുണ്ട്. 12% മുതൽ 14% വരെ പലിശ വാഗ്ദാനം ചെയ്താണ് ഫാം ഫെഡ് നിക്ഷേപം സ്വീകരിച്ചിരുന്നത്. 6 മാസം മുമ്പ് വരെ പലിശ നൽകിയിരുന്നുവെന്ന് നിക്ഷേപകർ പറയുന്നു. 2008-ലാണ് ഫാം ഫെഡ് ആരംഭിച്ചത്. 16 ശാഖകളാണ് സ്ഥാപനത്തിനുള്ളത്. 250 കോടി തട്ടിയെന്നാണ് പോലീസിന് ലഭിച്ച പ്രാഥമിക വിവരമെങ്കിലും 14 ജില്ലകളിലെ 16 ശാഖകളിലായി 7000-ഓളം അംഗങ്ങൾ വൻതുക നിക്ഷേപിച്ചിട്ടുണ്ടെന്നാണ് വിവരം. മറ്റൊരു ധനകാര്യ സ്ഥാപനത്തിനുമില്ലാത്ത ആകർഷക പലിശ നൽകുമെന്ന് വാഗ്ദാനം ചെയ്തായിരുന്നു ഫാം ഫെഡ് നിക്ഷേപകരെ കുടുക്കിയത്. 12% പലിശയായിരുന്നു ആദ്യം, പിന്നീട് അത് 14%ആക്കി. പലിശ ഇനത്തിൽ മാത്രം 10-20 ലക്ഷം കിട്ടിയവരുണ്ട്. ഇത് കൂടുതൽ തുക ഈടാൻ നിക്ഷേപകരെ പ്രേരിപ്പിച്ചു. 12.5% പലിശ വാഗ്ദാനത്തിൽ വീണ് 5 കോടി രൂപ വരെ നിക്ഷേപിച്ചവരുണ്ട്. ദേശസാൽകൃത ബാങ്കുകളിൽ വളരെ കാലങ്ങളായി നിക്ഷേപിച്ചിരുന്ന തുക ഫാം ഫെഡിലേക്ക് മാറ്റിയവർ ധാരാളം. 6 മാസം മുമ്പ് വരെ പലിശ കൃത്യമായി നൽകിയിരുന്നുവെന്ന് നിക്ഷേപകർ പറയുന്നു. 2008-ലാണ് ഫാം ഫെഡ് ആരംഭിച്ചത്. ചെയർമാൻ രാജേഷ് പിള്ളയും MD അഖിൽ ഫ്രാൻസിസും നിക്ഷേപകരുടെ കോർ കമ്മിറ്റിക്ക് രഹസ്യമായി സമർപ്പിച്ച ഓഡിറ്റ് രേഖകളിൽ 399 കോടിയുടെ നിക്ഷേപം അക്കൗണ്ടുകളിലൂടെ സ്വീകരിച്ചെന്ന് വ്യക്തമായിരുന്നു. പണമായി 60 കോടി വേറെയും സ്വീകരിച്ചെന്ന് ഇവർ വെളിപ്പെടുത്തിയെങ്കിലും കണക്കുകൾ ഹാജരാക്കിയില്ല. പലിശ മുടങ്ങുകയും മുതൽ തിരികെ കിട്ടാതിരിക്കുകയും ചെയ്തതോടെ പാലക്കാട്, കോഴിക്കോട്, തൃശൂർ ജില്ലകളിലെ നിക്ഷേപകർ യോഗം ചേർന്ന് രാജേഷ് പിള്ളയെയും അഖിൽ ഫ്രാൻസിസിനെയും വിളിച്ചു വരുത്തി. തട്ടിപ്പില്ലെന്നും ആർക്കും കണക്കുകൾ പരിശോധിക്കാമെന്നാണ് രാജേഷ് വ്യക്തമാക്കിയത്. മുഴുവൻ നിക്ഷേപകർക്കും മുതലിന്റെ ആദ്യ ഗഡു 1 മാസത്തിനകം നൽകുമെന്ന് ഏപ്രിലിൽ അവകാശപ്പെടുകയും ചെയ്തു. ഫാം ഫെഡിന്റെ ഭൂമിയിൽ ചിലത് വിൽക്കുന്നതിലൂടെ 40 കോടി ഉടൻ എത്തുമെന്നും ഇത് വീതിച്ചു നൽകുമെന്നായിരുന്നു വാഗ്ദാനം. 2008-ലാണ് ഫാം ഫെഡ് ആരംഭിച്ചത്. 16 ശാഖകളാണ് സ്ഥാപനത്തിനുള്ളത്. 250 കോടി തട്ടിയെന്നാണ് പോലീസിന് ലഭിച്ച പ്രാഥമിക വിവരമെങ്കിലും 14 ജില്ലകളിലെ 16 ശാഖകളിലായി 7000-ഓളം അംഗങ്ങൾ വൻതുക നിക്ഷേപിച്ചിട്ടുണ്ടെന്നാണ് വിവരം.